മഴ തോരും മുൻപയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റാൻലിയും അലീനയും തൻ്റെ സഹോദരിയായ റാണിമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വിവരമറിയുന്ന ഔതുകുട്ടിച്ചായൻ സ്റ്റാൻലിയുടെ വീട്ടിൽ വന്ന് വല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. കൂടെയുണ്ടായ റോബർട്ടിന് ഒന്നും മനസ്സിലാവാതെ അവനും നിൽക്കുകയായിരുന്നു. എന്നാൽ അലീന വന്ന് ചാച്ചനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊട്ടാരമറ്റത്തേക്ക് തിരിച്ചയക്കുകയാണ്. ഔതുകുട്ടി കൊട്ടാരമറ്റത്തെത്തിയതിന് ശേഷം രണ്ടാമത്തെ മകനായ ഔസേപ്പച്ചായനെ വിളിച്ച് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ഔസേപ്പിന് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ്. അവരുടെ ലാലിച്ചായൻ്റെ സ്വഭാവം അവർക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ ഏതറ്റം വരെ പോകുമെന്നും അത് നടത്തിയെടുത്തേ അടങ്ങി നിൽക്കുമെന്നും ഒക്കെ അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഔതുക്കുട്ടിച്ചായനോടായിട്ട് ഔസേപ്പ് ചോദിക്കുന്നുണ്ട്, ചാച്ചൻ എന്നിട്ട് ഇച്ചായനോട് എന്തൊക്കെ പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലടാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. സമാധാനിപ്പിക്കാനും എന്നെക്കൊണ്ട് സാധിച്ചില്ല. അലീന തിരിച്ച് വന്നതോടുകൂടി റാണിമോളുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അലീനയ്ക്കാണ് എല്ലാത്തിനേലും വാശി. നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞും അനാഥാലയത്തിൽ വളരാൻ പാടില്ലെന്ന്. ഇത്രയും സുഖവും സൗകര്യവുമുള്ള വീട്ടുകാർ എന്തിനാണ് കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കിയതെന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് ഇടപെടുന്നത്? അല്ലെങ്കിൽ തന്നെ അവൾ പറയുന്നിടത്ത് തുള്ളാൻ മാത്രം എന്തിനാണ് ലാലിച്ചായൻ നിന്നു കൊടുക്കുന്നതെന്നൊക്കെ ഔസേപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഔതുകുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ അവൾ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തിരുത്തി കൊണ്ടുവരാൻ മാത്രം ഒന്നിനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അലീനയെ പറഞ്ഞൊതുക്കുന്നതല്ലാതെ നമ്മൾക്ക് യാതൊരു നിവൃത്തിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്നോട് ലാലിച്ചായൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചുപോയെന്ന് എനിക്കവിടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ അവർ 3 പേരും കൂട്ടാക്കിയില്ല. ഓ, റാണിമോളും ഇപ്പോൾ അവരുടെ ഭാഗം ചേർന്നു അല്ലേ ചാച്ചാ? അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. അവളുടെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് അവളുടെ പ്രിയപ്പെട്ട ലാലിച്ചായനല്ലേ അവളോട് പറഞ്ഞിരിക്കുന്നത്. എവിടെയായിരുന്നു ഈ പ്രിയപ്പെട്ട ലാലിച്ചായൻ? ഇത്രയും കാലം ആരുടെയെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ തറവാട്ടിൽ മര്യാദക്ക് വന്നിരുന്നോ? എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ചാച്ചാ. പിന്നെ ഇപ്പോൾ എല്ലാവരോടും നല്ല രീതിക്ക് പെരുമാറാനൊക്കെ തുടങ്ങി. എല്ലാം ഇതോടുകൂടി തന്നെ അവസാനിക്കുന്ന ലക്ഷണമാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നതെന്നൊക്കെ ഔതുക്കുട്ടിച്ചായനോടായിട്ട് ഔസേപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഔസേപ്പ് പറയുന്നുണ്ട്, ഞാനെന്തായാലും അലീനയെ തന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളോട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ട് ചെയ്യാണ്. ഉടനെ തന്നെ ഔസേപ്പ് അലീനയുടെ സെൽഫോണിലേക്ക് കോള് ചെയ്യുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ കോൾ എടുക്കുന്നുണ്ട്. അലീനയുടെ ശബ്ദം കേട്ടതോടെ ഔസേപ്പ് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഔസേപ്പ് അലീനയോടായി ചോദിക്കുകയാണ്, നിനക്ക് എന്നാത്തിൻ്റെ കേടാണ് കൊച്ചേ? നീ ഇന്നലെ വന്ന് കയറിയവളാണ്. പല നാളായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും മറച്ചു വെച്ചിരിക്കുന്നതുമായ കുടുംബരഹസ്യങ്ങൾ നീ എന്തിൻ്റെ കാര്യത്തിനാണ് ഇങ്ങനെ തോണ്ടി പുറത്തേക്കിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എന്തുണ്ടായി? വെറുതെ ഇരുന്ന ലാലിച്ചായനെയും ചാച്ചനെയും തമ്മിൽ വഴക്കുണ്ടാക്കിച്ചപ്പോൾ നിനക്ക് സമാധാനം കിട്ടിയോ? നീ ഒന്നോർക്കണം, നീ 23 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ലാലിച്ചായൻ്റെ മകളാണെന്ന് പറഞ്ഞ് വന്നപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നിന്നെ സ്വീകരിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അനാഥാലയത്തിൽ ഇത്രയും കാലം കഴിഞ്ഞൊരു പെൺകുട്ടിയാണല്ലോ എന്നോർത്ത് നിന്നോടൊരുപാട് മനസ്താപവും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കരുത്. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാണ് തോന്നിയത്. താൻ ഇതിനു മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് അലീനയുടെ മനസ്സ് അലീനയോട് തന്നെ പറയാൻ തുടങ്ങി. അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിന് മാത്രം തെറ്റാണോ ഞാൻ ചെയ്തത്? ഒരു കുഞ്ഞിനെ കണ്ടെത്തി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റായിപ്പോയോ എന്ന് അലീനയുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ട് കിച്ചണിലേക്ക് വരുന്ന സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഔസേപ്പ് അങ്കിളാണെന്ന്. ഉടനെ തന്നെ ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ് സ്റ്റാൻലി ചെയ്തത്. നിനക്ക് എന്താണ് ഔസേപ്പെ അറിയേണ്ടത്?
നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇന്നലെ വന്ന അലീനയുടെ ഫോണിലേക്കല്ല നീ വിളിക്കേണ്ടത്, എൻ്റെ ഫോണിലേക്കായിരുന്നുവെന്ന്. ഔസേപ്പ് ഒരു നിമിഷം ഒന്ന് പതറി തൻ്റെ ലാലിച്ചായൻ്റെ ശബ്ദം കേട്ട്. എങ്കിലും ഔസേപ്പ് ചോദിക്കുന്നുണ്ട്, ലാലിച്ചായ ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന്. ലാലിച്ചായൻ തിരിച്ച് പറയുകയാണ്, നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിളിച്ചതെന്നും അലീനയെ വിരട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എന്നാ പറഞ്ഞ് വിരട്ടിയെന്നായി പറയുന്നത്? അത് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല, അവളുടെ മുഖഭാവത്തിൽ നിന്നും തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നീയാണ് ചാച്ചൻ്റെ പിന്നിലെ ചാച്ചന് ചരട് വലിച്ചു കൊടുക്കുന്നവൻ. അപ്പോൾ ഇനി ചാച്ചനോട് ചോദ്യങ്ങളൊന്നും വേണ്ട. നാളെ തന്നെ ഞാൻ ചാച്ചനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനി എന്തായാലും ചാച്ചനെ കാണാൻ ഞാൻ പോവാൻ തീരുമാനിക്കുന്നില്ല. എനിക്കുള്ള ഉത്തരങ്ങളൊക്കെ നീ തന്നെ അങ്ങ് തന്നാൽ മതി. ലാലിച്ചായൻ ഇതെന്താ പറയുന്നത്? ലാലിച്ചായനുള്ള ഉത്തരങ്ങളോ? ഞാൻ തരാനോ? എനിക്കെന്തറിഞ്ഞിട്ട്? എടാ, നിൻ്റെ ഈ സംസാരത്തിൽ നിന്നും നിൻ്റെ ഈ വിറയലിൽ നിന്നും തന്നെ എനിക്ക് മനസ്സിലാക്കാം. മോനെ ഔസേപ്പേ, നീയേ എനിക്ക് ശേഷം ജനിച്ചവനാണ്. ആ ഓർമ്മ നന്നായിട്ട് വേണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നീ ജനിച്ച് വീണപ്പോൾ മുതൽ നിന്നെ കാണുന്നവനാണ് ഈ ഞാനിന്ന്. അതുകൊണ്ട് നിൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അതെങ്ങോട്ടാണ് ചലിക്കുന്നതെന്ന് മനസ്സിലാക്കാനേ ഈ ലാലിച്ചായന് കഴിയുമെന്നും. ലാലിച്ചായ, എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് നിങ്ങളാരും ചോദിക്കുകയും വേണ്ട. ഇല്ല, നിനക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം നീ എനിക്ക് തന്നേ കഴിയൂ. ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ട്? നീ ഇനി ചാച്ചൻ പറഞ്ഞ ഡയലോഗ് നീ എന്നോട് പറയണ്ട, ജീവിച്ചിരിപ്പില്ലെന്ന്. അങ്ങനെയാണെങ്കിലേ ഇതൊക്കെ നിങ്ങൾ മുന്നേ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ആ കുഞ്ഞിന്ന് എവിടെയുണ്ട്? ലാലിച്ചായ, ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. ആ കുഞ്ഞിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. ശരി ചായ, ഞാൻ കോള് കട്ട് ചെയ്യാണ്. എനിക്കേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. നീ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്തോ. നാളെ രാവിലെ തന്നെ നിനക്ക് കോടതിയിലേക്ക് എത്തേണ്ടി വരും. അവിടെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട്. ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ലാലിച്ചായൻ കോള് കട്ട് ചെയ്യാൻ നേരത്ത് ഔസേപ്പിന് വല്ലാത്തൊരു അതിശയം തോന്നി. പെട്ടെന്ന് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഔസേപ്പ് ചോദിക്കുന്നുണ്ട്. ഇച്ചായൻ എന്നതാ പറഞ്ഞത്? അല്ല, നാളെ രാവിലെ നിനക്കേ സ്റ്റേഷനിൽ നിന്നുള്ള വിളി വരുമെന്ന് പറഞ്ഞതാ. അപ്പോൾ നീ അങ്ങ് എത്തിയാൽ മതി. ഇച്ചായ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, ഞാൻ നാളെ കേസ് കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി നമ്മുടെ റാണിമോളുടെ കുഞ്ഞിനെ എന്തോ ചെയ്തുവെന്ന്. നിങ്ങൾ പറഞ്ഞ പോലെ ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് ചാച്ചൻ പറഞ്ഞത് സത്യമാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും കൂടി അങ്ങ് എടുത്തേക്കാൻ പറ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ അതല്ല, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെവിടെയാണെന്നുള്ളതും നിങ്ങൾക്ക് നാളെ സ്റ്റേഷനിലോ കോടതിയിലോ പറയേണ്ടി വരും. ശരിയെന്നാ. അതല്ല, നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം ഞാൻ നിനക്ക് തരാം. ആ 10 മിനിറ്റിനുള്ളിൽ നീ എന്നെ വിളിച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ എന്നെ വിളിക്കണ്ട. കാരണം അപ്പോഴേക്കും എൻ്റെ പരാതി ചെല്ലേണ്ടടത്തേക്ക് ചെന്നോളും. നിനക്കറിയാലോ എനിക്കതിന് നിസ്സാര സമയം മതിയെന്ന്. ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ഔസേപ്പിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ സ്റ്റാൻലി ആ ഫോൺ കട്ട് ചെയ്യുകയാണ്. സ്റ്റാൻലി തിരിച്ച് കയ്യിലുണ്ടായിരുന്ന ഫോൺ അലീനയ്ക്ക് നൽകിക്കൊണ്ട് ആ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താൻ തുടങ്ങി. അലീന നോക്കിയപ്പോൾ ആ ഉലാത്തലിന് വല്ലാത്തൊരു സ്പീഡ്. ആരെയോ കാത്തിരിക്കുന്നത് പോലെ, എന്തോ തന്നെ പ്രതീക്ഷിച്ചു വരാനിരിക്കുന്നത് പോലെ ആ മുഖത്ത് ഒരു പ്രസരിപ്പും വന്നതായി അലീനയ്ക്ക് തോന്നി. എങ്കിലും പപ്പയെടുത്ത ആ തീരുമാനം കുറച്ച് കടുത്തുപോയി. അനിയനോട് ഇത്രയ്ക്ക് കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ലെന്നൊക്കെ അലീനയ്ക്ക് തോന്നിപ്പോയി. എങ്കിലും അത് ഒരർത്ഥത്തിൽ ഒരു പക്ഷേ നല്ലതായിരിക്കാം. പപ്പ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ഒരു കാര്യം പറയത്തില്ലല്ലോ എന്ന് അലീന തന്നെ സ്വയം ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ അലീന കിച്ചണിലെ ഡ്യൂട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കലേ സ്റ്റാൻലിയുടെ ഫോൺ റിങ് ചെയ്യുന്നതായി അലീനയെ കേട്ടു. അലീന അല്പം അങ്ങോട്ടേക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെ, അത് ഔസേപ്പച്ചായൻ തന്നെയായിരുന്നു. ഔസേപ്പച്ചായനോടായി തിരിച്ച് സ്റ്റാൻലിയുടെ മറുപടി മാത്രമാണ് അലീന കേട്ടത്. പറയടാ ഔസേപ്പേ, നിനക്ക് ബുദ്ധി വെച്ചു എന്ന് എനിക്ക് തോന്നി. അല്ലാതെ ഇപ്പോൾ നിൻ്റെ ഫോൺ കോള് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് വരത്തില്ലല്ലോ. ഇച്ചായന് ഞങ്ങളോട് ആരോടും ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഇച്ചായൻ വിചാരിക്കുന്നത് പോലെ ഇതൊക്കെ എനിക്ക് മാത്രം അറിയുന്ന കാര്യമൊന്നുമല്ല. ഇച്ചായനെ ഒഴിച്ച് നമ്മുടെ വീട്ടിലെ
ബാക്കി എല്ലാ ആണുങ്ങൾക്കും ഇതെല്ലാം അറിയാം. അതായത് ചാച്ചനും റോബിച്ചനും എനിക്കും എല്ലാവർക്കും അറിയാം. പിന്നെ ചാച്ചനോട് മാത്രം ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല. ചാച്ചന് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലോ കുടുംബത്തിൻ്റെ നാണക്കേടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തിനു പറയുന്നു, ഒരു പള്ളി സഭയിൽ പോലും പോവാത്ത ചാച്ചന് അവരുടെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാത്തിനും പിന്നാലെ നടക്കുന്ന ഞങ്ങൾക്ക് അവരുടെയൊക്കെ മുമ്പിൽ പോവാനും പോയി ഇരിക്കാനും അല്പം നാണക്കേട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. പിന്നെ ചാച്ചൻ പറഞ്ഞല്ലോ എന്നെ കോടതി കയറ്റുമെന്ന്. കയറ്റുമ്പോൾ എന്നെ മാത്രം ആയിരിക്കത്തില്ല ചാച്ച, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് കയറേണ്ടി വരും. എടാ, നീ എന്നെ പറഞ്ഞങ്ങ് പേടിപ്പിക്കാതിരിക്കേ. ചാച്ചനെന്നല്ല, ഞാനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാലേ നിനക്കറിയാലോ, അതിലെ തെറ്റ് ചെയ്തവനെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെ ഈ സ്റ്റാൻലി അടങ്ങത്തുള്ളൂ എന്ന്. എന്നെ നീ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ചാച്ചനും സഹോദരങ്ങളും ഒരുമിച്ച് കോടതി കയറ്റാനാണോ തീരുമാനമെന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നീ ഇപ്പോൾ വിളിച്ചതിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ചോ. അതിൽ കൂടുതൽ ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ വല്ലാതെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാലോ എനിക്ക് ദേഷ്യം വന്നാൽ ഏതറ്റം വരെയും പോകുമെന്ന്. ഞാൻ ഇച്ചായനായിട്ട് വഴക്കുണ്ടാക്കാൻ വിളിച്ചതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇച്ചായന് ഒരുപക്ഷെ തോന്നിക്കാണാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഞാനാണെന്ന്. എങ്കിലെല്ലെന്ന് പറഞ്ഞു, അത്ര മാത്രം. പിന്നെ ലാലിച്ചായ, ആ കുഞ്ഞിനെ ഞങ്ങൾ ഏൽപ്പിച്ചത് തിരുവനന്തപുരത്തെ പോങ്ങുമൂട്ടിലുള്ള ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ തന്നെയായിരുന്നു. ആ കുഞ്ഞവിടെ 2 വർഷക്കാലം ഉണ്ടാവുകയും ചെയ്തു. 2 വർഷക്കാലം ഉണ്ടാവുകയും ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇല്ലെന്നാണോ അതിനർത്ഥം? ഔസേപ്പ് പറഞ്ഞു തീരുന്നതിന് മുമ്പായി സ്റ്റാൻലി തൻ്റെ സംശയവും തിരിച്ചു ചോദിക്കുകയാണ്. ഔസേപ്പ് പറയുന്നുണ്ട്, അതേ ലാലിച്ചായ, അത് തന്നെ. 2 വയസ്സ് വരെ അവൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ വെസ്റ്റ് ബംഗാളിലാണുള്ളത്. ഇത് കേൾക്കുന്ന ലാലിച്ചായൻ വല്ലാത്തൊരു അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്, വെസ്റ്റ് ബംഗാളിലോ? വെസ്റ്റ് ബംഗാളിൽ എവിടെ? അതേ ലാലിച്ചായ, വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലാണ് അവളിപ്പോൾ ഉള്ളത്. ഉടനെ തന്നെ സ്റ്റാൻലി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഓ, അപ്പോൾ മേരിക്കുട്ടിക്കൊപ്പമാണോ ഉള്ളത്? അതേ ലാലിച്ചായ, മേരി ചേച്ചിക്കൊപ്പം തന്നെയാണ് ഉള്ളത്. അവരവിടെ കോൺവെൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ഓർഫനേജ് കൂടി നടത്തുന്നുണ്ട്. ഓ, അത് ശരി. അപ്പോൾ ഇപ്പോൾ എത്ര നാളായി നിങ്ങൾ അവളെ അങ്ങോട്ട് മാറ്റിയിട്ട്? അതിപ്പോൾ ഒരു 2.5 വർഷമായി ചായ. നീ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലോ, സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണല്ലോ എന്ന് സ്റ്റാൻലി ഒന്നുകൂടി തറപ്പിച്ച് തന്നെ ചോദിക്കുകയാണ്. ഔസേപ്പിനെ ഒരല്പം പേടിയുണ്ടെങ്കിലും വളരെ ധൈര്യം മനസ്സുകൊണ്ട് സംഭരിച്ചുകൊണ്ട് തന്നെ പറയാണ്, അതെ ചായ, ഇനിയിപ്പോൾ നുണ പറഞ്ഞു വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ലാലിച്ചായനോട് ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്, മേരിയുടെ നമ്പർ എനിക്കിപ്പോൾ തന്നെ ഒന്ന് തന്നേ എന്ന് ചോദിക്കുമ്പോൾ, നമ്പർ ഫോണിൽ സേവ്ഡ് അല്ല ചായ, ഞാനെന്തായാലും ഡയറിയിൽ നോക്കി എഴുതിയെടുത്തിട്ട് ഇച്ചായനെ അങ്ങ് അയച്ചു തന്നേക്കാം. മറക്കരുത്, ഉടനെ തന്നെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പ്രതീക്ഷിക്കാതെ തന്നെ അദ്ദേഹം കോൾ കട്ട് ചെയ്യാണ്. പിന്തിരിഞ്ഞ് നടക്കാൻ നേരത്ത് അലീനയെ ബാക്കിൽ നിന്നും കാണുമ്പോൾ അലീന ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം അലീനയോടായി പറയുന്നുണ്ട്, മുഴുവനും സത്യമാണോ എന്നൊന്നും അറിയത്തില്ല അലീനെ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും പേടിക്കാതിരിക്കേ, നമുക്കൊരു വഴി കർത്താവ് തെളിച്ച് കാണിച്ചു തരുന്നുണ്ടെന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കാം എന്ന് പറയുകയാണ്. ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, റാണിമോൾ എന്തേ? ആൻറ്റി ഉറങ്ങി. ആൻറ്റിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ചാച്ചനോട് പറഞ്ഞതൊക്കെ കൂടിപ്പോയെന്നും ഒരുപക്ഷെ തോന്നിക്കാണും. അതാണ്, വല്ലാത്ത വിഷമത്തിലാണ് ആൾ. പപ്പ ആൻറ്റിയോട് വളരെ സോഫ്റ്റായിട്ട് തന്നെ പെരുമാറണേ. പപ്പയെ പ്രതീക്ഷിച്ച് മാത്രമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പപ്പ കൂടി വല്ലാതെ ദേഷ്യത്തോടൊക്കെ പെരുമാറിയാൽ മാനസികമായിട്ട് തളർന്നു പോകുമെന്നൊക്കെ അലീന പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്തായാലും അവൾക്കൊപ്പം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇനി അതും ഇതുമൊക്കെ ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ ഉറങ്ങാനായി പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പുലരുകയാണ്.
എന്നാൽ വളരെ അതിശയകരമായി തന്നെ പുലർച്ചയിൽ അവരുടെ ഗേറ്റിന് മുൻപിലായി വന്നു നിൽക്കുന്നത് മറ്റാരുമായിരുന്നില്ല, മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയുമായിരുന്നു. അവരെ കണ്ടതും അലീന ആകെ അമ്പരപ്പായി. അലീന തന്നെയാണ് ഇവിടെയും പുലർച്ചെ അതിരാവിലെ എഴുന്നേറ്റ് വരുന്നത്. അലീന ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അലീന രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്നോടൊരു വാക്കുപോലും പറയാതെ ഇങ്ങ് വന്നത്? ഇതിനായിരുന്നോ നീ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അഡ്രസ്സൊക്കെ ചോദിച്ചു വെച്ചത്? ഏയ് അങ്ങനെയൊന്നുമല്ല ആൻറ്റി, ഞാനേ വരണമെന്നൊക്കെ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചതായിരുന്നു. പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മാമച്ചായനും ഗ്രേസമ്മയും ഇന്നലെ രാത്രിയാണ് പറഞ്ഞത്, അലീനയെ വിളിച്ച് ഒന്ന് അഡ്രസ്സ് ചോദിക്കേ, നമുക്കവിടം വരെ ഒന്ന് പോകണമെന്നൊക്കെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവരുടെ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടെന്നും അധികം ടെൻഷൻ അടിക്കേണ്ട, നമുക്കത് രാവിലെ തന്നെ പോകാമെന്നൊക്കെ. അങ്ങനെ അത് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പോരാൻ നേരത്ത് മാമച്ചായന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇവിടെ വരെ വരുമ്പോൾ നിങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെ. എന്തായാലും കാണാൻ സാധിച്ചല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമെന്നൊക്കെ പറയുകയാണ്. അവരെയും സ്വീകരിച്ച് അലീന അകത്തേക്ക് ചെല്ലാണ്. ഇവരെ കാണുമ്പോഴേക്കും സ്റ്റാൻലിയും വളരെ അതിശയത്തോടു കൂടി തന്നെ മാമച്ചായൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. മാമച്ചായന് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവരെ അവിടെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. എന്നാൽ മാമച്ചായനും ഗ്രേസമ്മയ്ക്കൊക്കെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇവിടേക്ക് വരുമ്പോൾ സ്റ്റാൻലിക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കാര്യത്തിൽ. എന്നാൽ അവിടെ വന്ന് വളരെ പരിചിതമായി തിരിച്ചു പോകുന്നതല്ലേ, ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് വന്നതെന്നും. മാമച്ചായനും ഗ്രേസമ്മയും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മുകളിലെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന റാണിമോളെ കണ്ട് ഇവർക്ക് ഒരേപോലെ സന്തോഷം തോന്നുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സ്റ്റാൻലിയുടെ വീട്ടിൽ വരുമ്പോൾ റാണിമോളെ കാണാൻ സാധിക്കുമെന്ന്. കൊട്ടാരമറ്റത്തിൽ ചാച്ചനൊപ്പമായിരുന്നല്ലോ റാണിമോൾ ഉണ്ടായിരുന്നത്. അതുവരെയുള്ള കാര്യങ്ങളെ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. തലേ ദിവസത്തെ കാര്യങ്ങളൊന്നും തന്നെ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീന രേവതിക്കുട്ടിയെ വിളിച്ച് ഒന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ വന്നതും വളരെ കറക്റ്റ് സമയത്തായതുകൊണ്ട് തന്നെ അവരും വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഷെറിൻ മാമച്ചായനെയും ഗ്രേസമ്മയെയും കണ്ടപ്പോഴേ വല്ലാത്തൊരു അതിശയവും ടെൻഷനും എന്തെന്നില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഷെറിൻ. എങ്കിലും ഗ്രേസമ്മ ഷെറിൻ്റെ അരികിൽ ചെന്ന് നിന്നപ്പോഴേക്കും ഷെറിൻ ഗ്രേസമ്മയെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഗ്രേസമ്മയോടായി റാണിമോള് പറയുകയാണ്, ആൻറ്റി, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊരു കുഞ്ഞുണ്ട്, ജിജോയുടെ കുഞ്ഞ്. ആൻറ്റിക്ക് അതൊക്കെ അറിയാമോ? ആൻറ്റി അതൊക്കെ അറിഞ്ഞതല്ലേ? എനിക്കറിയാം ആൻറ്റി എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. അലീന എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും എനിക്കറിയാം. ആൻറ്റി, അവളെ എനിക്ക് കണ്ടെത്തി തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണ് അലീന. ഞാൻ ആ സന്തോഷത്തിലാണ്. എൻ്റെ ഒപ്പം നിങ്ങളും ഉണ്ടാവണം എല്ലാ കാര്യത്തിനും. മോളെ, നീ ഇങ്ങനെ കരയല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാൽ ഇനി നിനക്ക് വല്ല വയ്യായ വരും, നീ ഇങ്ങനെ കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് ഗ്രേസമ്മ. ഷെറിൻ പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഇനി ഞാൻ കരയില്ല. 3-4 വർഷത്തിലേറെ ഞാൻ കരഞ്ഞതാണ്. കരഞ്ഞ് പിന്നീട് എനിക്ക് കരയാൻ കണ്ണീര് പോലും ഇല്ലാത്തൊരവസ്ഥയായി. എൻ്റെ അവസ്ഥ വളരെ മോശമായി എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ അവസ്ഥയും കണ്ടതാണ് കുഞ്ഞ് ഞങ്ങൾ. നിന്നെ കാണാനായി ഒരിക്കൽ അവിടെ വീട്ടിൽ വന്നപ്പോൾ അതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പറയാനാ എന്നൊക്കെ ഗ്രേസമ്മ വളരെ വിഷമത്തോടു കൂടി തന്നെ പറയുകയാണ്. ഷെറിൻ പറയുന്നുണ്ട്, ഇന്നലെ ചാച്ചൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ചാച്ചൻ ആദ്യം ഞങ്ങളോടെല്ലാവരോടും കള്ളം പറഞ്ഞു ആൻറ്റി, എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ഈ വാക്കുകൾ കേട്ട ഗ്രേസമ്മയ്ക്ക് അത് താങ്ങാനേ കഴിഞ്ഞില്ല. ഗ്രേസമ്മ തൻ്റെ കൈകൾ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ കർത്താവേ എന്നൊരു വിളി വിളിച്ചുപോയി. ഉടനെ തന്നെ ഗ്രേസമ്മ മാമച്ചായനോട് പറയുകയാണ്, മാമച്ചായ, ഇത് കേട്ടില്ലേ, എന്നതൊക്കെയായി കേൾക്കുന്നേന്ന്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ വെറും കഥകളല്ലേ, കഥകൾ പലതും നമ്മൾ കേട്ടുപോയതല്ലേ. സത്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രേസമ്മേ. ഇനിയും അതൊക്കെ ആലോചിച്ച് വിഷമിക്കാതിരിക്കേ. നമുക്കെല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കാം. എല്ലാം അതിൻ്റേതായ രീതിയിൽ വഴി തെളിച്ച് കൊണ്ടുവരികയാണ് ഞാൻ. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാനും അലീനയും ഒരു നീണ്ട യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഷെറിനെ തിരിച്ച് കൊട്ടാരമറ്റത്തേക്ക് കൊണ്ടുപോയി ആക്കുമോ? ഇല്ല, അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ കഥകളാണ്.
ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചു കൊണ്ടിരുന്നത്. അവളെ ഇവിടെ തനിച്ച് നിർത്തിപ്പോകാനും കഴിയത്തില്ല, അവളെ തറവാട്ടിൽ കൊണ്ടുപോയാക്കാനും കഴിയത്തില്ല. അവളെയും കുഞ്ഞിനെയും ഒരുമിച്ച് ഇനി ആ തറവാട്ടിൽ കയറ്റത്തുള്ളൂ എന്ന് ഞാൻ ചാച്ചന് മുമ്പിൽ ശപഥം ചെയ്തു പോയി. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് തിരുത്തുക? അത് ഈ സ്റ്റാൻലി പഠിച്ചിട്ടില്ല. സ്റ്റാൻലിക്ക് ഒരൊറ്റ വാക്കും അതിനനുസരിച്ചൊരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ഗ്രേസമ്മ ഒരു നിമിഷം മിണ്ടാതെ നിന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ ഇവളെ? അവിടെ വന്ന് ആ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ അവളങ്ങ് ഉഷാറായിക്കൊള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്കിളെ പ്ലീസ് ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? അവിടെ വന്ന് ഇവരൊരുമിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആൻറ്റി കുറച്ചും കൂടി ഓക്കെ ആവും. മോളെ, അതിന് നിൻ്റെ ആൻറ്റിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അവൾ എല്ലാ അർത്ഥത്തിലും ഉഷാറാണ്. അതിൻ്റെ കഴിവ് എൻ്റെ അലീന മോൾക്ക് തന്നെയുള്ളതാണ്. അല്ല, സ്റ്റാൻലി ഒന്നും പറഞ്ഞില്ല ആ കാര്യത്തിൽ? എനിക്ക് മാത്രമായിട്ടൊരഭിപ്രായം പറയാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മാമച്ചായൻ പറയാണ്, അതെന്തുകൊണ്ടാണ് കഴിയാത്തത്? ഒരർത്ഥത്തിൽ അത് അവളെയും കൂടി വീടല്ലേ, അവളുടെ കുഞ്ഞ് ഞങ്ങളുടെ മകൻ്റെതല്ലേ, അപ്പോൾ അതൊക്കെ അവൾക്കും കൂടി തന്നെ ഉള്ളതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ വന്നാൽ പറ്റില്ലെന്നൊക്കെ പറയുന്നത്? കർത്താവ് നമ്മളെ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ ഒപ്പം താമസിക്കേണ്ടവളായിരുന്നില്ലേ? അലീനയോടായി സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇതിന് ഞാൻ എന്ത് തീരുമാനമാണ് മോളെ പറയേണ്ടതെന്ന്. പപ്പയ്ക്ക് അറിയാവുന്നതല്ലേ, ഇന്നലെ തന്നെ ഔസേപ്പങ്കിൾ വിളിച്ചിട്ട് എന്നെ മാത്രമാണ് കുറ്റം പറഞ്ഞിരുന്നത്. കുടുംബങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ ഓരോ തീരുമാനങ്ങളും എടുത്തിട്ട് പപ്പയെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അവരുടെ ആരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെയും ഒരു കാര്യത്തിന് നിൽക്കാതെയും നിന്നിരുന്ന പപ്പ ഇന്ന് അവരെയൊക്കെ നാണം കെടുത്തുന്ന പോലെയാണത്രേ ഓരോ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാണ് പപ്പ? ഇന്നിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പപ്പ ചോദിച്ചതിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന റാണിമോള് ലാലിച്ചായനോടായി പറയാണ്, ലാലിച്ചായ, ഇവർ പോകുമ്പോൾ ഇവർക്കൊപ്പം പോവാൻ ഞാൻ തയ്യാറാണ്. ആര് ചോദിച്ചാലും ലാലിച്ചായൻ പറയണം എൻ്റെ തീരുമാനമായിരുന്നു അതെന്ന്. ഇനിയെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെ എടുത്തല്ലേ പറ്റൂ. ഒരു കാലത്ത് ഞാൻ എടുത്തു വെച്ച തീരുമാനങ്ങളാണല്ലോ ഇന്നിവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇനിയും എൻ്റെ തീരുമാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ. അലീന പറഞ്ഞതുപോലെ അലീനയെയോ പപ്പയെയോ, അലീനയുടെ പപ്പയായ എൻ്റെ ലാലിച്ചായനെയോ കുറ്റപ്പെടുത്താൻ ആരും തന്നെ വരാൻ പാടില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റുള്ളവരെ വായിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നന്നായിട്ട് തന്നെ എനിക്കറിയാം. ഇന്ന് എൻ്റെ ഈ തീരുമാനം തന്നെ നടക്കട്ടെ. ഷെറിൻ്റെ തീരുമാനത്തോട് ലാലിച്ചനും പൂർണ്ണമായും സമ്മതിക്കുകയായിരുന്നു. ലാലിച്ചൻ മാമച്ചായനോടായി പറയുകയാണ്, മാമച്ചായ, ഞാനും അലീനയും ഉടനെ അടുത്ത ദിവസം തന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്. വെസ്റ്റ് ബംഗാളിലേക്കോ? മാമച്ചായനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ഒരേപോലെ അതിശയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. അതെ, ഒരു വലിയ യാത്ര. അല്ല, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് സ്റ്റാൻലി. എന്താണ് ഇത്ര വലിയൊരു യാത്ര? അത് തന്നെ, കുഞ്ഞിനെ തേടിയുള്ള യാത്ര. വെസ്റ്റ് ബംഗാളിലോ? മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ പോയി വന്നതിന് ശേഷം പറഞ്ഞാൽ പോരെ മാമച്ചായ? എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടിയിട്ടില്ല. ഒന്നും കൂടി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം അത്രയും ദൂരം ഞങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ. ഞങ്ങളിന്ന് റാണിമോളെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങൾ പോയി വന്നതിന് ശേഷം നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാമെന്ന് മാമച്ചായനോടായി സ്റ്റാൻലി പറയുകയാണ്. തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.